Anywhere you go, anywhere you go, you belong. ഐക്ക് കരിപ്പെട്ടി സംവിധാനം ചെയ്ത് 2021 ഇറങ്ങിയ ഒരു അമേരിക്കൻ സൈക്കോ ഹൊറർ ഡ്രാമ ത്രില്ലർ ചിത്രമാണ് സാമുവൽസ് ട്രാവൽ. വിജനമായ കാട്ടിലൂടെ വിജനമായ റോഡിലൂടെ സാം എന്ന നായകൻ കാറോടിച്ചു പോകുമ്പോൾ അബദ്ധത്തിൽ ഒരു പന്നിക്കുട്ടിയെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. അത് മരിച്ചോ ഇല്ലയോ എന്നറിയില്ല. എന്നാൽ ആ പന്നിക്കുട്ടി ഒരു സൈക്കോ ഫാമിലിയിലുള്ളതായിരുന്നു എന്ന കാര്യം അറിയാതെ സാം പന്നിക്കുട്ടിയെ എടുത്ത് സൈക്കോയുടെ വീട്ടിലേക്ക് തന്നെ കൊടുക്കാൻ പോവുകയാണ്. സൈക്കോ സാമിനെ വെറുതെ വിടുമോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആട് ജീവിതം പോലെ സാം അവിടെ അനുഭവിക്കേണ്ടി വരുന്നത് പന്നി ജീവിതമായിരുന്നു. യഥാർത്ഥത്തിൽ ആ ഫാമിലിയിലുള്ളവർ സൈക്കോകൾ തന്നെയാണ്. അവിടെ എന്താ നടക്കുന്നത്? അവസാനം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വെറൈറ്റി ക്ലൈമാക്സോട് കൂടി ചിത്രം അവസാനിക്കും. അതൊക്കെ എന്താണെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറിമുറിച്ചാൽ ചിത്രത്തിന്റെ തുടക്കത്തിൽ ഒരു വിജനമായ കാട്ടിലൂടെ പിന്നാമ്പുറം കാട്ടി ഓടിപ്പോകുന്ന ഒരു പന്നിയെ കാണാം. ആ ഓട്ടം മനുഷ്യരിൽ നിന്നും രക്ഷപ്പെടാനാണ്. മനുഷ്യർ സ്നേഹം കാട്ടി കൂട്ടിലിട്ട് ഭക്ഷണം തന്ന് പുറത്തിറങ്ങാൻ ഫ്രീഡം ഒന്നും തരാതെ മനുഷ്യരുടെ ഒരു പെറ്റായിട്ട് ജീവിക്കുന്നതിലും നല്ലത് കാട്ടിലൂടെ ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ പോയി ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിച്ച് ഹാപ്പിയായി ജീവിക്കാം എന്ന് ചിന്തിച്ച് ഓടിപ്പോവുകയാണ് ഈ പന്നിക്കുട്ടി. ഒരു വശത്ത് അയ്യയ്യോ പന്നിക്കുട്ടിയെ കാണാനില്ലല്ലോ, ഈ കാട്ടിൽ പന്നിയെ ഏതെങ്കിലും ചെന്നായ കണ്ടാൽ കടിച്ച് തിന്നുമല്ലോ, എവിടെ പോയി എൻ്റെ പന്നിക്കുട്ടി എന്ന് പറഞ്ഞ് പന്നിയെ വിളിച്ചോണ്ട് നിൽക്കുന്ന ഇവളുടെ പേര് കിർക്കി. ഇതേ നേരം ആ കാട്ടിലെ ഒരു റോഡ് വഴി പൊടിയും പാറ്റി ഒരുത്തൻ കാറിൽ ചീറിപ്പാഞ്ഞു പോകുന്നത് കാണാം. ഇവനാണ് നമ്മുടെ നായകൻ സാമുവൽ. ചുരുക്കി സാം എന്ന് വിളിക്കാം. സാമിന് സ്വന്തമായി ആരും തന്നെ ഇല്ല. ഉണ്ടായിരുന്ന അച്ഛനെ കാണാതായി. സോ അതിനാലാണ് അച്ഛൻ എവിടെയാ ഉള്ളത് എന്ന് അന്വേഷിച്ചാണ് യാത്ര. ഇപ്പോൾ വഴിയിൽ ഒരാൾ പോകുന്നത് കണ്ട് വണ്ടി നിർത്തി കയ്യിലുള്ള ഫോട്ടോ കാണിച്ച് ഇതെൻ്റെ അച്ഛനാണ്, ഈ ഭാഗത്തായി അച്ഛനെ ചിലർ കണ്ടു എന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഫോട്ടോ കാണിച്ച് ചോദിക്കുമ്പോൾ ആ വഴി പോക്കൻ വേറെ ഏതോ ലാംഗ്വേജിൽ എന്തൊക്കെയോ തെറി പോലെ പറഞ്ഞു പോവുകയാണ്. ഇനി തെറിയാണോ തെറിയാത് എന്നാണോ പറഞ്ഞത് എന്നൊന്നും സാമിന് മനസ്സിലായില്ല. അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. പോയിക്കൊണ്ടിരിക്കെ നോക്കിയാൽ കാറിൽ വച്ചിരുന്ന അച്ഛൻ്റെ ഫോട്ടോ കാറ്റത്ത് പറക്കുന്നത് കാണുകയും പറന്ന് പുറത്തേക്ക് പോകാതിരിക്കാൻ അത് എടുക്കാൻ ട്രൈ ചെയ്യുന്ന ആ സമയത്ത് തന്നെ ദേ നമ്മുടെ പന്നിക്കുട്ടി റോഡ് മുറിച്ച് കിടക്കുന്നു. എന്നാൽ സഡൻ ബ്രേക്ക് ചവിട്ടിയതും കാര്യമുണ്ടായില്ല. പാവം പന്നിക്കുട്ടി കാറിടിച്ച് മരിക്കുകയും ചെയ്തു. ഏയ് ഇല്ലപ്പാ, മരിച്ചിട്ടില്ല, അല്പം ജീവനുണ്ട്. സഹതാപം തോന്നിയ സാം ആ പന്നിക്കുട്ടിയെ തൂക്കിയെടുത്ത് കാറിൽ കയറ്റി ഇവിടെ എവിടെയെങ്കിലും മൃഗാശുപത്രി ഉണ്ടോ എന്ന് അന്വേഷിച്ച് പോകാൻ തുടങ്ങി. എന്നാൽ എത്ര ദൂരെ ട്രാവൽ ചെയ്തിട്ടും ഹോസ്പിറ്റൽ എന്നല്ല ഒരു തട്ടുകട പോലും കണ്ടില്ല. ഒടുവിൽ പരിശ്രമത്തിന്റെ ഫലമായി ഒരു മെഡിക്കൽ ഷോപ്പ് പോലെ ഒരു കട കാണുകയും അവിടെ പോയി പന്നിക്കുട്ടിക്ക് ഇഞ്ചുറി പറ്റിയ കാര്യം പറഞ്ഞെങ്കിലും എന്ത് പന്നിയോ, പന്നിക്കൊന്നും ഇവിടെ മരുന്നില്ല എന്ന് പറഞ്ഞ് കടക്കാരൻ പറഞ്ഞു വിടുകയാണ്. നേരം ഒരുപാട് ഇരുട്ടിയിട്ടും പന്നിയെ എങ്ങനെ രക്ഷിക്കാം എന്നൊന്നും ഐഡിയ കിട്ടുന്നില്ല. നോക്കിയാൽ പന്നി ശ്വാസം എടുക്കാതെ കിടക്കുന്നുണ്ട്. കാര്യം എന്തെന്നാൽ പന്നിക്കുട്ടി മരിച്ചുപോയി. സാമിന് ആകെ വിഷമമാവുകയാണ്. ഞാൻ ഒരു ജീവിയെ, ഒരു മിണ്ടാപ്രാണിയെ കൊന്നല്ലോ എന്നോർത്ത്. ഇനി എന്താ ചെയ്യുക? കുഴിച്ചിടാം എന്ന് തീരുമാനിച്ച് കാട്ടിൽ പന്നിയെ എടുത്തു കൊണ്ടുപോയി കുഴിയെടുത്ത് മൂടാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് കാട്ടിൽ ഒരു പെണ്ണിന്റെ രൂപം. അയ്യോ പ്രേതം എന്ന് ഭയന്ന് പന്നിയെ എടുത്ത് കാറിൽ കയറ്റി പോകാൻ ശ്രമിക്കുകയാണ്. അവിടെ വന്നത് മറ്റാരുമല്ല, ആ പന്നിക്കുട്ടിയുടെ ഉടമ കിർക്കിയാണ്. പന്നിക്കുട്ടിയെ നോക്കി എടാ കാലമാടാ, നീ എൻ്റെ പന്നിക്കുട്ടിയെ കൊന്നു അല്ലേ എന്ന് വിഷമിച്ച് ദേഷ്യത്തോടെ സങ്കടത്തോടെയും പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് പന്നിക്കുട്ടിയുടെ കൈയും കാലും അനങ്ങാൻ തുടങ്ങി. അതെ, പന്നിക്കുട്ടി വീണ്ടും മരിച്ചിട്ടില്ല. കിർക്കിയുടെ വോയിസ് കേട്ടത് കൊണ്ട് ഉണർന്നതായിരിക്കാം. എടി ഇതിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് സാം പറയുമ്പോൾ ഓ അതെയോ, ഞങ്ങൾക്ക് പന്നിയാണ് എല്ലാം, പന്നി ഞങ്ങൾക്ക് പണം തരും, പന്നിയില്ലെങ്കിൽ ഞങ്ങളില്ല എന്നൊക്കെ വിഷമിച്ച പോലെ കിർക്കി പറയുകയാണ്. ശരി ശരി, നീ ഒറ്റയ്ക്ക് കാട്ടിലൂടെ പോവണ്ട, ഞാൻ തന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുവിടാം, വാ കാറിൽ കയറ് എന്ന് പറഞ്ഞ് കിർക്കിയെയും പന്നിക്കുട്ടിയെയും കൂട്ടി യാത്ര ആരംഭിച്ചു. കിർക്കിയുടെ കയ്യിലാണ് പന്നിക്കുട്ടിയുള്ളത്. പന്നിക്കുട്ടിയെ സേഫായിട്ട് തിരിച്ചു കിട്ടിയല്ലോ എന്ന ഭാവത്തിലാണ് കിർക്കി പന്നിക്കുട്ടിയെ മടിയിൽ വച്ചിരിക്കുന്നത്. എന്നാൽ പന്നിക്കുട്ടി കരുതുന്നത് പോയി, എൻ്റെ ഫ്രീഡം എല്ലാം പോയി, ഈ മനുഷ്യന്മാരുടെ കാര്യം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ എൻ്റെ കാലാപുരി മുത്തപ്പ. അങ്ങനെ യാത്ര ചെയ്ത് ഒടുവിൽ കിർക്കിയുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു.
കിർക്കിയാണെങ്കിൽ തൻ്റെ പന്നിക്കുട്ടിയെ രക്ഷിച്ചത് സാം ആണെന്ന വിചാരത്തിൽ സാമിന് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, മദ്യം ഒഴിച്ചു കൊടുക്കുന്നു, നല്ല സൽക്കാരം തന്നെ. അതിനുശേഷം രണ്ടുപേരും കാഷ്വലായി സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളാരാ, എവിടുന്നാ വന്നത്? ഞാൻ സിറ്റിയിൽ നിന്നാ, എൻ്റെ അച്ഛനെ കാണാതായി, ഈ ഭാഗത്ത് കണ്ടെന്ന് ചിലർ പറഞ്ഞു, അതാ അന്വേഷിച്ച് വന്നത്. ഓഹോ, സിറ്റിയിൽ നിന്നാണോ? ഈ കാട് വിട്ട് ഞാൻ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ പന്നികളെ നോക്കി ജീവിക്കുകയാ. ശരി, ഞാൻ അച്ഛനെ തേടിയാ വന്നത് എന്ന് പറഞ്ഞ് അച്ഛൻ്റെ പേര് പറഞ്ഞ്, ഈ പേരിലുള്ള ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് സാം ചോദിക്കുമ്പോൾ, ഹേയ്, ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് കിർക്കി സാമിനെ തന്നെ ഒരുമാതിരി കുറുകുറുവെന്ന് നോക്കിയിട്ട്, നിങ്ങൾക്ക് ഇന്ന് തന്നെ പോകണം എന്നില്ലല്ലോ, ഇന്ന് ഇവിടെ താമസിച്ച് നാളെ പോയാൽ പോരെ എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോയി അവളുടെ അമ്മയുടെ റൂം കൊടുത്തിട്ട് ഇവിടെ താമസിക്കാൻ പറയുകയാണ്. അങ്ങനെ അല്പം കഴിഞ്ഞ് കിർക്കിയാണെങ്കിൽ ഉറങ്ങാതെ ആകാശം നോക്കി തൻ്റെ മരിച്ചുപോയ അമ്മയോട് എന്ന പോലെ, എനിക്കൊരു ചെക്കനെ തന്നതിൽ വളരെ സന്തോഷം എന്ന് അട്ടം നോക്കി ഒരുമാതിരി സൈക്കോയെ പോലെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സാം നല്ല ഉറക്കം ഒക്കെ കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കി ഒരു കാഴ്ച കണ്ടു ഞെട്ടുകയാണ്. എന്തെന്നാൽ കിർക്കിയുടെ മുന്നിൽ രണ്ടു പേർ നിന്നിട്ട് സാമിനെ തന്നെ കുറുകുറുവെന്ന് നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് അതിൽ ഒരാൾ കിർക്കിയുടെ അച്ഛനാണ്. ഇവന്റെ പേര് ജങ്കു. ചെറുപ്പം മുതൽ ഈ ഫാമിലിയിലുള്ളവനാണ്. ഇവരെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് സാം പേടിച്ച് നിൽക്കുമ്പോൾ ജങ്കു സാമിന്റെ അടുത്തേക്ക് വന്ന് മുടി മുതൽ അടിവരെ നോക്കി എന്തോ പറയാൻ ശ്രമിക്കുന്ന പോലെ നിന്ന് ഓന്റെ തല കൊണ്ട് സാമിന്റെ തലക്ക് ഒരൊറ്റ ഇടി. അതോടെ സാം ബോധം കെട്ട് വീഴുകയും അല്പം കഴിഞ്ഞ് അവിടെയുള്ള ഒരു പന്നി ഫാം കാണാം. കൊടൂര കാഴ്ച എന്തെന്നാൽ സാമിന്റെ വസ്ത്രമൊക്കെ ഊരി മാറ്റി ആ പന്നി ഫാമിൽ കഴുത്തിൽ ചങ്ങലയിട്ട് പന്നിയെ പോലെ കെട്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. അവിടേക്ക് ജങ്കു വന്ന് സാമിനെ ചറപറാന്ന് അടിയോടടി, എന്നെ എന്തിനാ അടിക്കുന്നേ, ഞാൻ എന്താ ചെയ്തത് എന്ന് പറഞ്ഞ് സാം കരഞ്ഞെങ്കിലും ജങ്കുവിന്റെ അടി നിന്നില്ല. അടിച്ച് നിരപ്പാക്കി വിടുകയാണ്. ജങ്കു അടിക്കാൻ കാരണം എന്തെന്നാൽ ജങ്കു ചെറുതായിരിക്കുമ്പോൾ മുതൽ ഇവിടെ വളർന്നവനാണ്. അവന് അറിയാവുന്ന സ്ഥലം ഇത് മാത്രമാണ്. കൂടാതെ ചെറുപ്പം മുതൽ ജങ്കുവിന് കിർക്കിയോട് ഒരു പ്രേമമുണ്ട്. കല്യാണം കഴിച്ച് ഇതേ സ്ഥലത്ത് സെറ്റിലാവണം എന്നാണ് ജങ്കുവിന്റെ ആഗ്രഹം. എന്നാൽ ഇപ്പോൾ പുതുതായി ഒരുത്തനെ, അതായത് സാമിനെ കണ്ടപ്പോൾ അഥവാ കിർക്കി സാമിനെ പ്രേമിച്ചാലോ എന്നൊരു ഭയം ജങ്കുവിന് വന്നതിനാലാണ് സാമിനെ ചവിട്ടി കൂട്ടിയത്. അന്നേരം കിർക്കി ഇടയിൽ കയറി, എടാ ബഗിട, അവൻ ഞങ്ങളുടെ ആളാണ്, നിന്നോടാരാ അവനെ അടിക്കാൻ പറഞ്ഞത്, മര്യാദയ്ക്ക് പുറത്തു പോ. അത് കേട്ട് ജങ്കു അവിടുന്ന് പോവുകയും കിർക്കി അവിടെ നിൽക്കുമ്പോൾ, എടി എന്താ ഇവിടെ നടക്കുന്നേ, എന്നെ അഴിച്ചുവിട് എന്ന് പറഞ്ഞ് സാം ഒച്ച വെക്കാൻ തുടങ്ങി. അന്നേരം കിർക്കിയുടെ അച്ഛൻ വന്ന് വീണ്ടും സാമിനെ അടിക്കാൻ തുടങ്ങി. അടിച്ച് എല്ലാവരും പുറത്തു പോവുകയും ചെയ്തു. പാവം സാം ഉടുതുണി പോലുമില്ലാതെ കഴുത്തിൽ ചങ്ങാലയും കെട്ടി ഇരിക്കുമ്പോൾ അവന് കാര്യം മനസ്സിലായി, വന്നു പെട്ടത് സൈക്കോകളുടെ മുന്നിലാണെന്ന്. അങ്ങനെ ആകെ വിഷമിച്ച് പേടിച്ച് ഇരിക്കുമ്പോൾ പുറത്തു പോയവർ കയ്യിൽ 2 ബക്കറ്റ് എടുത്തു വന്ന്, എടാ ഇനി മുതൽ നീ വേണം പന്നികൾക്ക് ഫുഡ് കൊടുക്കാൻ, ഒരു കോല് എടുത്ത് കലക്കി ദേ ഇങ്ങനെ വേണം കൊടുക്കാൻ, ഒരു ബക്കറ്റ് പന്നിക്ക്, ഒരു ബക്കറ്റ് നിനക്ക് എന്നൊക്കെ കിർക്കി പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. സാം ആ ബക്കറ്റിലേക്ക് ഒരു നിമിഷം നോക്കിയപ്പോൾ പന്നികൾക്കും സാമിനും ഒരേ തരം ഫുഡ്. ആ വൃത്തികെട്ട ഫുഡ് കണ്ട് ദേഷ്യം വന്ന സാം ആ ബക്കറ്റ് ചവിട്ടി മറിച്ച്, ഞാൻ നിങ്ങൾ വളർത്തുന്ന പന്നിയല്ല ബഗിടന്മാരെ എന്ന് കലിപ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കെ അച്ഛൻ അടിക്കാനായി പോകുമ്പോൾ കിർക്കി അച്ഛനെ തടുത്തു നിർത്തി, വേണ്ട, ഒന്നും ചെയ്യേണ്ട, വിശന്നാൽ അവൻ പഠിക്കും എന്ന് പറഞ്ഞ് അച്ഛനെ പറഞ്ഞു വിട്ട ശേഷം സാമിനോട്, എടാ ഇവിടെ നോക്ക്, എൻ്റെ അച്ഛൻ ഭയങ്കര മോശമായ ആളാണ്, നിനക്ക് സഹിക്കാൻ പറ്റാത്ത പണിഷ്മെൻ്റ് ഒക്കെ കിട്ടും, അതുകൊണ്ട് മര്യാദയ്ക്ക് പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ പന്നികളെ പോലെ നിനക്കും ജീവിക്കാം എന്ന് പറഞ്ഞ് കിർക്കി പോവുകയും ചെയ്തു. അങ്ങനെ ഒരു ഉറക്കത്തിന് ശേഷം സാം കണ്ണു തുറന്ന് നോക്കുമ്പോൾ നേരം ഇരുട്ടിയിരുന്നു. വിശപ്പാണെങ്കിൽ ഒടുക്കത്തെ വിശപ്പ്. നോക്കിയാൽ അവിടെ പ്ലേറ്റിൽ മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണം വെച്ചത് കാണുകയാണ്. എങ്ങനെയും അതെടുത്ത് കഴിക്കാം എന്ന് വെച്ചാൽ കഴുത്തിലെ ചങ്ങല അത്ര നീളം ഇല്ല. വിശന്ന് ഒരുമാതിരി ആയിട്ടും ഭക്ഷണത്തിൽ നോക്കി ഇരിക്കേണ്ടി വരുന്ന വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഒരു പന്നിക്കുട്ടി വന്ന് ആ ഭക്ഷണം ഞം ഞം എന്ന് കഴിക്കാൻ തുടങ്ങി. ആ പന്നിക്കുട്ടി കാരണമാണ് സാം ഇവിടെ എത്തിയത്. പന്നിക്കുട്ടി കഴിക്കുന്നത് നോക്കി നിൽക്കാനേ സാമിന് കഴിഞ്ഞുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം ഫാമിലേക്ക് 2 പേർ വരികയാണ്. ഈ നാട്ടിലെ വയസ്സായ 2 പ്രമാണിമാരാണെന്ന് തോന്നുന്നു. അകത്ത് കയറി സാമിനെ നോക്കി നിൽക്കുമ്പോൾ, എന്നെ രക്ഷിക്കാനാ വന്നത് എന്ന് കരുതി, സർ എന്നെ ഈ സൈക്കോ ഫാമിലിയിൽ നിന്ന് രക്ഷിക്കണേ, അവർ വരുന്നതിന് മുൻപ് എന്നെ തുറന്നു വിട് സർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് വന്ന അച്ഛൻ, അവനെ മാത്രം ആ വിലയ്ക്ക് തരാൻ പറ്റില്ല,
വേണേൽ ആ വിലക്ക് 2 പന്നികളെ എക്സ്ട്രാ തരാം. എനിക്കും എൻ്റെ മകൾക്കും ദൈവമാണ് ഇവനെ തന്നത്. ഇവനെ ഒന്നും ഞങ്ങൾ വിൽക്കാൻ തയ്യാറല്ല എന്ന് പറയുകയാണ്. അന്നേരം ജങ്കു വന്ന് ആ 2 പേരിൽ ഒരാൾ ജങ്കുവിൻ്റെ അച്ഛനാണ്. എന്നാൽ ജങ്കുവിന് മാനസിക വൈകല്യം ഉള്ളതിനാൽ ഈ ഫാമിലേക്ക് വിറ്റതാണ്. ശരി, അവൻ്റെ കാര്യം പിന്നെ ഡീൽ ചെയ്യാം, ആദ്യം പന്നിയെ നോക്കാം എന്ന് പറഞ്ഞ് 2 പേരും പന്നികളെ വാങ്ങി ആ 2 പേർ പോവുകയും ചെയ്തു. അങ്ങനെ അന്ന് രാത്രി ജങ്കു നേരെ സാമിനെ കാണാൻ വന്നിരിക്കുകയാണ്. അടിച്ച് പരത്താനായിരിക്കും എന്ന് കരുതിയാൽ തെറ്റി. കയ്യിൽ കട്ടിംഗ് പ്ലെയർ എടുത്താണ് വന്നിരിക്കുന്നത്. വന്നവൻ സാമിന്റെ കഴുത്തിലുള്ള ചങ്ങാല പൊട്ടിക്കാൻ ട്രൈ ചെയ്യുകയാണ്. എന്തിനെന്നാൽ സാം ഇവിടെ ഉണ്ടെങ്കിൽ കിർക്കി അവനെ ലവ് ചെയ്താലോ എന്നൊരു ഭയം. അതിനാൽ തുറന്നു വിടാൻ വന്നതാണ്. സാം ഇവിടുന്ന് പോയാൽ എല്ലാം പഴയതുപോലെ നടക്കും എന്ന് കരുതിയാണ് ജങ്കു ട്രൈ ചെയ്യുന്നത്. എന്നാൽ അവന് അത് കട്ട് ചെയ്യാൻ അറിയില്ല. അതിനാൽ സാം ആ കട്ടിംഗ് പ്ലെയർ വാങ്ങി ഒടുവിൽ ചങ്ങാല കട്ട് ചെയ്ത് മാറ്റി ഡ്രസ്സ് പോലും ഇടാതെ ഡ്രസ്സ് ഇല്ലെങ്കിൽ പുതിയത് വാങ്ങാം, ഇപ്പോൾ ജീവനോടെയെങ്കിലും ഇവിടുന്ന് പുറത്തു കടക്കാം എന്ന് കരുതി ഓടാൻ തുടങ്ങി. പുറകിൽ ജങ്കു ആണെങ്കിൽ പോടാ പോയി രക്ഷപ്പെട്, ഇനി ഈ ഭാഗത്തേക്ക് വന്നു പോകരുത് എന്ന് പറഞ്ഞ് അവനെ ഓടാൻ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. എന്നാൽ ആ സംസാരം കിർക്കിക്ക് കേൾക്കുകയും അച്ഛാ അവൻ രക്ഷപ്പെട്ടു പോവുകയാ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞ് കിർക്കിയും സാമിനെ പിടികൂടാൻ പുറകെ ഓടുകയാണ്. മുൻപിൽ ഓടിയ സാം ഒരു ഘട്ടത്തിൽ പകച്ചു നിൽക്കുക. കാരണം മുന്നിലുള്ളത് വലിയൊരു കൊടുങ്കാട്. ആ കാട്ടിൽ നിന്നും വന്യമൃഗങ്ങൾ കരയുന്ന ഒച്ച ഒക്കെ കേൾക്കാൻ തുടങ്ങി. അങ്ങോട്ട് പോയാൽ പുലി സാപ്പിടും, ഇങ്ങോട്ട് പോയാൽ പന്നി ഇറച്ചിയാണെന്ന് പറഞ്ഞ് സൈക്കോകൾ എന്നെ ഇറച്ചിയാക്കി വിൽക്കും. എന്താ ചെയ്യുക എന്നറിയാതെ ഭയന്ന് നിൽക്കുമ്പോൾ അവിടെ എത്തിയ കിർക്കിയെ കണ്ട് ജങ്കു അവന്റെ ബഹിടത്തരം തുടങ്ങി. നീ എന്തിനാടി അവന്റെ പുറകെ ഓടി വന്നത്? സത്യം പറ, നിനക്ക് ഇപ്പോ എന്നെ വേണ്ടല്ലേ? നിനക്ക് സൗന്ദര്യം ഉള്ളത് കൊണ്ടല്ലേ എന്നെ നോക്കാത്തത് എന്ന് പറഞ്ഞ് ജങ്കു കിർക്കിയെ തള്ളിയിട്ട് കട്ടിംഗ് പ്ലെയർ എടുത്ത് അവളുടെ മൂക്കിലേക്ക് വെച്ച് മൂക്ക് മുറിച്ച് എടുക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ആ സമയത്ത് സാം ഇടപെട്ട് ജങ്കുവിനെ പിടിച്ചു മാറ്റി കിർക്കിയെ രക്ഷിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് കിർക്കിയുടെ അച്ഛൻ എത്തുകയും ജങ്കുവിനെ തോക്ക് കാണിച്ച് പോടാ ബടുവ ഇവിടുന്ന് എന്ന് പറഞ്ഞ് വിരട്ടി ഓടിച്ച ശേഷം മോളെ ഇവനാണോ നിന്നെ രക്ഷിച്ചത് എന്ന് സാമിനെ നോക്കി ചോദിക്കുമ്പോൾ കിർക്കിയും അതെ എന്ന് പറയുകയാണ്. അതിനാൽ ഇപ്പോൾ അച്ഛന് സാമിൻ്റെ മേൽ ഒരു സ്നേഹം ഫീൽ ചെയ്ത് മറുപടിയും സാമിനെ കൊണ്ടുപോയി കെട്ടിയിട്ട് ഉടുതുണി പോലും ഇല്ലാത്ത സാമിന് ഒരു പാൻറ് കൊടുത്ത് പന്നികൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പകരം മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണവും കൊടുത്ത് ഒരൽപ്പം മനുഷ്യത്വം കാണിക്കുകയാണ്. സാമിന് ആണെങ്കിൽ അല്പം ആശ്വാസമാവുകയും അവിടെ ജോലിയൊക്കെ ചെയ്യാനും തുടങ്ങി. യഥാർത്ഥത്തിൽ സാമിനെ പിടികൂടി നിർത്തിയിരിക്കുന്നത് പന്നികളെ നോക്കാനാണ്, അല്ലാതെ പന്നി ഇറച്ചിയാക്കി വിൽക്കാനല്ല. പന്നികളെ ഒക്കെ കുളിപ്പിച്ച് വേസ്റ്റൊക്കെ കളഞ്ഞ് പരിപാലിച്ച് നോക്കലാണ് പണി. അങ്ങനെ സാമിൻ്റെ ജീവിതം ഇതേ രീതിയിൽ കുറച്ച് നാളുകൾ കടന്നു പോകവേ കിർക്കിയുടെ അച്ഛന് സാമിനോട് കുറച്ച് കൂടുതൽ സ്നേഹം തോന്നിയതിനാൽ കുറച്ചുകൂടി വലിയ ചങ്ങല വാങ്ങി വന്ന് സാമിൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. പഴയ ചങ്ങല ഇട്ടപ്പോൾ ആ ഫാമിൻ്റെ പുറത്ത് കടക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ച് വലിയ ചങ്ങലയാണ് കിട്ടിയത്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ആദ്യമായാണ് സാം ആ ഫാമിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നതും കുറച്ച് ശുദ്ധമായ കാറ്റ് കൊള്ളുന്നതും. ആകാശത്തേക്ക് നോക്കി സ്വാതന്ത്ര്യത്തോടെ പറന്നു പോകുന്ന പറവയെ നോക്കി രസിക്കുമ്പോൾ പെട്ടെന്ന് ഡാ ഇവിടെ നോക്ക് എന്ന് പറഞ്ഞ് ഒരു വലിയ പന്നിയെ കാണിച്ച് ഇതിനെ നീ ഈ ചുറ്റിക വെച്ച് അടിച്ച് കൊല്ലണം, ഇന്ന് ഇതാണ് ഭക്ഷണം എന്ന് പറയുമ്പോൾ എന്ത് ഞാൻ അടിച്ചു കൊല്ലണം എന്നോ? ഞാനൊരു ഉറുമ്പിനെ പോലും കൊല്ലാത്ത ആളാണ്, എനിക്ക് അതിന് പറ്റില്ല. അത് കേട്ട് അയാൾ ചുറ്റിക എടുത്ത് പന്നിയെ അടിച്ചു കൊല്ലുകയും ചെയ്തു. ശേഷം അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് എൻ്റെ അമ്മയാ എന്നൊരു വോയിസ്. അതാരാ എന്ന് ഞെട്ടി സാം തിരിഞ്ഞു നോക്കുമ്പോൾ ആ പന്നിക്കുട്ടിയായിരുന്നു. അതിൻ്റെ അമ്മയെയാണ് ഇപ്പോൾ ചുറ്റിക വെച്ച് കൊലപ്പെടുത്തിയത്. എൻ്റെ അമ്മ എവിടെ എന്ന് പറഞ്ഞ് അമ്മയെ തിരയുന്ന പോലെ പന്നിക്കുട്ടിയുടെ മൈൻഡ് വോയിസ് സാമിന് കേൾക്കുകയാണ്. ദൈവമേ ഞാനിനി എന്തൊക്കെ കാണണം എന്ന് പറഞ്ഞ് വിഷമിച്ച് അവിടുന്ന് ഓടിപ്പോവുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ സാമിനെ കിർക്കി കുളിപ്പിക്കുകയാണ്. കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിർക്കി ഒരു കാര്യം പറയാൻ തുടങ്ങി. ഇപ്പോൾ ഒരു പാർട്ടി നടക്കാൻ പോവുകയാ, പാർട്ടിക്ക് 2 പേർ വരും, അവരുടെ മുന്നിൽ നീ പന്നിയെ പോലെ പെരുമാറണം, അത് കണ്ട് അവർക്ക് സന്തോഷം ആവണം, ഇതാണ് നിന്റെ ജോലി. മറ്റു പന്നികളെക്കാൾ നീ വൃത്തിയോടെ ഉണ്ടാവണം, അതിനാ നിന്നെ കുളിപ്പിക്കുന്നത്. എന്തൊക്കെ സഹിക്കുന്നു, പിന്നെ ഇതും സഹിക്കാം, പന്നിയെ പോലെ എങ്കിലും അഭിനയിക്കാം എന്ന് കരുതി റെഡിയായി പാർട്ടിക്ക് പോവുകയാണ്. അങ്ങനെ ഒരു വശത്ത് പാർട്ടിയൊക്കെ ഗംഭീരമായി നടക്കുന്നുണ്ട്. സാം ആണെങ്കിൽ ഫുഡും ഡ്രിങ്ക്സും ഒക്കെ അടിച്ച് കയറ്റി സുഖിച്ച് ഇരിക്കുമ്പോൾ അവിടേക്ക് കിർക്കി വന്ന് വാ നമുക്കൊരു കളി കളിക്കാം. കളിയോ? എന്ത് കളി? ഡാൻസ് കളിക്കാം എന്ന് പറഞ്ഞ് സാമിനെ വലിച്ചോണ്ട് പോവുകയാണ്. മറ്റേ വശത്ത് പാർട്ടിക്ക് വന്ന ആ വയസ്സായ 2 പേർ കയ്യിൽ എന്തോ പട്ടിക്ക് ഫുഡ് കൊടുക്കാൻ പോകുന്ന പോലെ ഭക്ഷണവുമായി പോയി ഒരു വശത്ത് ജങ്കു ഇരുന്നിട്ടുണ്ട്. അവന് ഭക്ഷണം വച്ചു കൊടുത്ത് കഴിക്കട പട്ടി എന്ന് പറയുകയാണ്. അന്നേരം അവൻ നിങ്ങളല്ലേ അവനെ കൊണ്ടുവന്നത്, എൻ്റെ കിർക്കിയ അവന് കല്യാണം കഴിച്ചു കൊടുക്കാനല്ലേ നിങ്ങളുടെ പ്ലാൻ എന്നൊക്കെ ജങ്കു സാമിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നീ പട്ടിയെ പോലെ അഭിനയിച്ച് കാണിക്ക്,
പിന്നെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞതും ജങ്കു ആണെങ്കിൽ പട്ടിയെപ്പോലെ കുരച്ചോണ്ട് അഭിനയിക്കാൻ തുടങ്ങി. ഈ ഗ്രാമം മൊത്തം സൈക്കോകളാണെന്ന് തോന്നുന്നു. സാമിനെ എങ്ങനെയാണോ ചങ്ങലക്കിട്ട് പന്നിയെപ്പോലെ നോക്കുന്നതോ അതേപോലെ ജങ്കുവിനെ ഒരു പട്ടിയെപ്പോലെയാണ് കാണുന്നത്. ഇതേ നേരം മറ്റേ വശത്ത് കിർക്കി സാമിൻ്റെ കൂടെ അടിച്ച് പൊളിക്കുമ്പോൾ അത് കണ്ട് കലിപ്പിലായ കിർക്കിയുടെ അച്ഛൻ സാമിൻ്റെ തലമണ്ടക്ക് ഒരൊറ്റ അടി കൊടുത്ത് എൻ്റെ മകളുടെ കൂടെ കളിക്കാൻ നിനക്ക് ആരാടാ അനുവാദം തന്നത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുകയും അതൊക്കെ കേട്ട് എനിക്ക് പന്നിയായി ജീവിക്കാനാ വിധി എന്ന് പുലമ്പിക്കൊണ്ട് പന്നി ഫാമിലേക്ക് തന്നെ തിരിച്ചു പോകുമ്പോൾ സാമിനെ നോക്കി ഏതോ നായ കുരക്കാൻ തുടങ്ങി. ആ കുര കേട്ട് സാം പെട്ടെന്ന് നായയുടെ മുന്നിൽ പന്നിയുടെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. അത് കേട്ട് നായ ഇതെന്ത് ജീവി എന്ന ഭാവത്തിൽ പേടിച്ച് വാലും ചുരുട്ടി പിടിച്ച് തിരിച്ച് കൂട്ടിലേക്ക് കയറി പോവുകയും ചെയ്തു. ശേഷം ആ കൂട്ടിൽ നിന്നും ദേ വരുന്നു ജങ്കു. അവൻ പട്ടിയെപ്പോലെ വന്ന് പട്ടിയെപ്പോലെ കുരച്ച് ഒരു ഭാഗത്തേക്ക് നോക്കാനായി ആംഗ്യം കാണിക്കുകയാണ്. അവിടെ എന്താ ഉള്ളതെന്ന് സാം എഴുന്നേറ്റ് നോക്കുമ്പോൾ അത് സാമിൻ്റെ കാറാണ് അവിടെയുള്ളത്. ഇവിടെ വന്ന് പെട്ടതിന് ശേഷം ഇപ്പോഴാണ് കാർ കാണുന്നത്. നേരെ പോയി കാറിൽ കയറി ഇരുന്ന് നോക്കുമ്പോൾ ഡാഷ്ബോർഡിൽ ഒരു ചോക്ലേറ്റ്. അതെടുത്ത് വായിലിട്ട് ആഹാ എത്ര നാളായി ചോക്ലേറ്റ് കഴിച്ചിട്ട് എന്ന് ആസ്വദിച്ച് കഴിച്ച് ഇനി ഇവിടുന്ന് എസ്കേപ്പ് ആവാം എന്ന് തീരുമാനിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഓൺ ചെയ്തതും ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ദേ മുന്നിൽ നിൽക്കുന്നു കിർക്കി. അച്ഛാ എന്നൊരു വിളി മാത്രം കേൾക്കാം. പിന്നീട് കാണുന്നത് തൂണിൽ കെട്ടി നിർത്തി ചന്തിക്കിട്ട് അടികൊള്ളുന്ന സാമിനെയാണ്. അതും പാർട്ടിക്ക് വന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച്. അങ്ങനെ ആകെ അപമാനിതനായി ഇരിക്കുമ്പോൾ പന്നികളോട് കരച്ചിൽ കേൾക്കാൻ തുടങ്ങി. കുറച്ച് പന്നികളെ ഇവിടുന്ന് കയറ്റി എക്സ്പോർട്ട് ചെയ്യുകയാണ്. ആ ഒച്ച കേൾക്കുമ്പോൾ സാമിന് കാര്യം മനസ്സിലായി. നിങ്ങളെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട് എന്ന് സാം മനസ്സിൽ പറയുകയാണ്. അന്നേരം പെട്ടെന്ന് ആ കുട്ടിപ്പന്നി ഓടി വന്ന് എടാ വാ രക്ഷപ്പെടാം, എല്ലാവരും പോവുകയാ, നീ വരുന്നില്ലേ എന്ന ഭാവത്തിൽ നിന്ന് നേരെ പോയി ഒരു കട്ടിംഗ് പ്ലെയർ എടുത്തു വന്ന് കൊടുക്കുകയും അതെടുത്ത് സാം ചങ്ങാല കട്ട് ചെയ്ത് ആരും അറിയാതെ പന്നികളെ കയറ്റിയ വാഹനത്തിൽ പന്നികളുടെ കൂടെ കയറിക്കൂടുകയും ചെയ്തു. വാഹനം ഓടിക്കുന്നത് ജങ്കുവാണ്. അങ്ങനെ കുറച്ച് ദൂരം എത്തിയപ്പോൾ പന്നികളൊക്കെ ചേർന്ന് ഒരു ഭാഗത്തേക്ക് തന്നെ മാറി നിന്ന് വാഹനത്തെ മറിച്ചിടാൻ ശ്രമിക്കുകയാണ്. ഒടുവിൽ വാഹനം മറിഞ്ഞു വീഴുകയും ഇതാണ് പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കി സാം ഇറങ്ങി ഓടാൻ തുടങ്ങി. പന്നികളാണെങ്കിൽ നല്ല ബുദ്ധിയുള്ള പന്നികളാണ്. സാമിൻ്റെ പുറകെ പന്നികളും ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. ജങ്കു ആണെങ്കിൽ തടുത്തു നിർത്താനും ശ്രമിച്ചില്ല. സാം പോവണം എന്ന് തന്നെയാണ് അവൻ്റെയും ആഗ്രഹം. ഇതേ നേരം കിർക്കി നോക്കുമ്പോൾ വീട്ടിൽ സാം ഇല്ല എന്ന് മനസ്സിലാക്കി കരഞ്ഞോണ്ട് അലറി അച്ഛൻ്റെ അടുത്ത് പോയി വിക്കി വിക്കി കരയാൻ തുടങ്ങി. കിർക്കി വിഷമിക്കാൻ കാരണം ഇത്രയും നാൾ ഈ കാട്ടിൽ അച്ഛൻ്റെയും പിന്നെ ജങ്കുവിൻ്റെയും കൂടെ അല്ലാതെ വേറെ കൂട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. സാം വന്നതോടെ മനസ്സിന് വലിയൊരു ആശ്വാസമായിരുന്നു. അതിനാൽ സാമിന് നല്ല ഭക്ഷണം ഒക്കെ കൊടുത്ത് കെയർ ചെയ്ത് ഇഷ്ടപ്പെട്ട ഒരു മൃഗത്തെ പോലെ പെറ്റിനെ പോലെയാണ് സാമിനെ കിർക്കി നോക്കിയത്. അന്ന് കാട്ടിൽ പന്നിക്കുട്ടിയെ കാണാതായപ്പോൾ എത്ര വിഷമിച്ചോ അതേപോലെ ഇപ്പോൾ സാമിനെയും കാണാതായി എന്നറിഞ്ഞ് വിഷമിക്കുകയാണ്. അതുമാത്രമല്ല കാട്ടിലേക്ക് ഓടിപ്പോയിട്ടുണ്ടാവും. കാട്ടിൽ ചെന്നായകളൊക്കെ ഉള്ളതാ, അവറ്റകൾ സാമിനെ കടിച്ചു തിന്നും എന്നൊക്കെ ഓർത്ത് ഭയപ്പെടുകയാണ്. തുടക്കത്തിൽ പന്നിക്കുട്ടി എങ്ങനെയാണോ മനുഷ്യരിൽ നിന്നും രക്ഷപ്പെടണം, ഭക്ഷണം മാത്രം തന്ന് അടച്ചു വെച്ച് വളർത്തി മൃഗമായി ജീവിക്കുന്നതിനേക്കാൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നതാണ് നല്ലത് എന്ന് കരുതി ഓടിപ്പോയതോ അതേപോലെ സാമും സ്വാതന്ത്ര്യം തേടി ഓടി രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഓടുന്നതിനിടയിൽ മനുഷ്യർ നിർമ്മിച്ച മറ്റൊരു കെണിയിൽ ഇപ്പോൾ സാം വീഴുകയും ചെയ്തു. അവിടുന്ന് രക്ഷപ്പെട്ടു വന്നെങ്കിലും ഇനി ഇവിടുന്ന് എങ്ങനെയാ രക്ഷപ്പെടുക? മുകളിലേക്ക് കയറാൻ ഒരു മാർഗവും ഇല്ല. നേരം ഇരുട്ടി. ചെന്നായ്ക്കൾ എന്തായാലും ഈ കുഴിയിലേക്ക് എടുത്തു ചാടില്ല. കാരണം അവറ്റകൾക്ക് ബുദ്ധിയുണ്ട്. ഇറങ്ങിയാൽ എങ്ങനെ മുകളിൽ കയറും? അങ്ങനെ വേറെ അപകടം ഒന്നുമില്ലാതെ നേരം കടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ ആരോ ഒരു കയറെടുത്ത് കുഴിയിലേക്ക് എറിഞ്ഞു കൊടുത്ത് സാമിനെ രക്ഷപ്പെടുത്താൻ ട്രൈ ചെയ്യുകയാണ്. എന്നാൽ അത് ഒരാളായിരുന്നില്ല, നമ്മുടെ പന്നിക്കുട്ടിയായിരുന്നു. കയറ് മരത്തിൽ ചുറ്റിക്കെട്ടിയത് എടുത്ത് കുഴിയിലേക്ക് ഇട്ട് കൊടുത്തതായിരുന്നു. ശേഷം കഴുത്തിലുള്ള ചങ്ങലയും ഊരിമാറ്റി സാം എഴുന്നേറ്റ് നോക്കുമ്പോൾ രക്ഷപ്പെട്ടു വന്ന കുറച്ച് പന്നികളെ കാണുകയാണ്. ഇവിടെ വച്ചാണ് സാം ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. മനുഷ്യർ മൃഗങ്ങളെ പെറ്റാണ്, വളർത്തു മൃഗമാണ് എന്നൊക്കെ പറഞ്ഞു ഭക്ഷണം കൊടുത്ത് കൂട്ടിലിട്ട് വളർത്തുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ഇഷ്ടത്തിന് സ്വാതന്ത്ര്യമായി സഞ്ചരിച്ച് ജീവിക്കാനാണ്. ചിലർ വളർത്തി വലുതാക്കി അൽഫാം ആക്കിയും കഴിക്കാറുണ്ട്. മനുഷ്യർ എത്ര വലിയ ക്രൂരനാണ്, ഞാനിനി അത് ചെയ്യില്ല എന്നൊരു തീരുമാനമെടുത്ത് എല്ലാ പന്നികളെയും അവൻ രക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. മനുഷ്യർ കൊണ്ടിട്ട വേസ്റ്റൊക്കെ പന്നികൾ ആർത്തിയോടെ കഴിച്ചുകൊണ്ടിരിക്കെ ഇതേ നേരം സാമിനെ നഷ്ടപ്പെട്ട കിർക്കി സാമിനെ ഓർത്ത് സാമിൻ്റെ ഷഡ്ഡി എടുത്ത് കെട്ടിപ്പിടിച്ച് ഫീലടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്
എന്തായാലും എൻ്റെ സാം തിരിച്ചു വരും എന്നൊരു ആത്മവിശ്വാസം അവൾക്കുണ്ട്. ഇതേ നേരം സാം പന്നികളെ ഒക്കെ കൂട്ടി ആ കാട് താണ്ടി പോയി ഒരിടത്ത് ഇരുന്ന് പന്നികളോട് സങ്കടപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് ഇതേ നേരത്ത് കരയണം എന്നും ഇതേ നേരത്ത് ചിരിക്കണം എന്നും തോന്നുകയാ, എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല എന്നൊക്കെ കരഞ്ഞ് കൺഫ്യൂസ്ഡായി ഇരിക്കുകയാണ്. എന്തെന്നാൽ സാമിന് ഇപ്പോൾ സ്വന്തമായി ആരും തന്നെയില്ല. ഉണ്ടായിരുന്ന അച്ഛനെ കാണാനില്ല. അച്ഛനെ തേടിയാണ് ഇവിടെ വന്നത്. സൈക്കോകളുടെ മുന്നിൽ പെട്ടെങ്കിലും കിർക്കിയുടെ സ്നേഹവും കരുതലും അവനിൽ കൂടെ ആരൊക്കെയോ ഉള്ളതുപോലെ ഒരു തോന്നൽ ഉണ്ടായിരുന്നു. അതിനാൽ അവിടുന്ന് രക്ഷപ്പെടണോ വേണ്ടയോ എന്ന കൺഫ്യൂഷനിൽ നിന്നിരുന്നു. എന്നാൽ രക്ഷപ്പെടാൻ ഒരു അവസരം പന്നിക്കുട്ടി കൊടുത്തതിനാൽ ആ ഒരു ഫ്ലോയിൽ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു വന്നതാണ്. ഞാൻ രക്ഷപ്പെട്ടതാണോ അതോ അപകടത്തിലേക്ക് പോവുകയാണോ? അങ്ങനെയൊക്കെ ചിന്തിച്ച് ഒടുവിൽ പന്നിക്കുട്ടികളെയും കൂട്ടി നേരെ തിരിച്ച് ആ സൈക്കോ ഫാമിലിയുടെ അടുത്തേക്ക് പോവുകയാണ്. കാരണം അകന്നു നിന്നപ്പോഴാണ് സാമിന് കിർക്കിയോടുള്ള ഇഷ്ടം കൂടുതലായി തിരിച്ചറിഞ്ഞത്. എന്നാൽ ഒരു വശത്ത് സാം പന്നിക്കുട്ടികളെ കടത്തിക്കൊണ്ടുപോയി അവനെ എവിടെ കണ്ടാലും വെടിവെച്ച് കൊല്ലണം എന്ന് തീരുമാനിച്ച് കിർക്കിയുടെ അച്ഛൻ കൂടെ 2 വയസ്സന്മാരും ഉണ്ട്. സാമിനെ തിരഞ്ഞു നടക്കാൻ തുടങ്ങി. കോമഡി എന്തെന്നാൽ ജങ്കുവിനെ നായയെ പോലെ സാമിൻ്റെ മണം പിടിപ്പിക്കാനായി വിട്ടിരിക്കുകയാണ്. അവൻ മണപ്പിച്ച് നടന്ന് ഒടുവിൽ സാമിനെ കണ്ടുപിടിക്കുകയും ചെയ്തു. സാമിനെ കണ്ട അച്ഛൻ, മര്യാദയ്ക്ക് എൻ്റെ പന്നികളെ തിരിച്ചു താ, നിന്നെ ഇനി ജീവിതകാലം മൊത്തം ചങ്ങാലയിൽ തന്നെ ബന്ധിക്കും, നിനക്ക് ഇനി രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ എന്തിനാ നോക്കി നിൽക്കുന്നത്, അവനെ വെടിവെച്ച് കൊല്ല് എന്ന് പറഞ്ഞ് വയസ്സന്മാരും എത്തി പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും അച്ഛൻ സാമിനെ വെടിവെക്കുന്നതേ ഇല്ല. ഇതാണ് പറ്റിയ അവസരം, സാമിനെ കൊന്നാൽ കിർക്കി എനിക്കുള്ളതാണ് എന്ന് കരുതി ജങ്കു തോക്ക് വാങ്ങിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ അച്ഛനാണെങ്കിൽ തോക്ക് കൊടുക്കാൻ തയ്യാറാവുന്നതേ ഇല്ല. ആ ഗ്യാപ്പിൽ ആ സൈക്കോകളുടെ മുന്നിൽ നിൽക്കുന്നത് ശരിയല്ല, രക്ഷപ്പെടാം, അതാ നല്ലത് എന്ന് തീരുമാനിച്ച് സാം ഓടാൻ നോക്കിയതും ഒരു വെടിയൊച്ച. ആർക്കാ വെടികൊണ്ടത് എന്ന് വെച്ചാൽ തോക്ക് പിടിച്ചു വാങ്ങി അച്ഛൻ്റെ കാലിലേക്ക് വെടിവെച്ചതാണ്. എന്തെന്നാൽ ജങ്കുവും വയസ്സന്മാരും ഒരേ ഫാമിലിയല്ലേ, അവർ വെടിവെച്ച് ഓടിപ്പോവുകയും ചെയ്തു. സാമിന് ഓടിപ്പോവാൻ മനസ്സ് വന്നില്ല. കിർക്കിയുടെ അച്ഛനെ തൂക്കിയെടുത്ത് നേരെ വീട്ടിലോട്ട് എത്തിക്കുകയും ചെയ്തു. കിർക്കിക്ക് സാമിനെ കാണുമ്പോൾ സന്തോഷമായെങ്കിലും അച്ഛനെ ഓർത്ത് വിഷമത്തിലാവുകയാണ്. 2 പേരും ചേർന്ന് അച്ഛനെ ചികിത്സിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതുവരെ സാമിനെ ഒരു അടിമയെ പോലെ കണ്ട അച്ഛൻ സാമിനെ കാണുമ്പോൾ ഒരിക്കൽ മകളെയും ഇപ്പോൾ തന്നെയും രക്ഷിച്ച ദൈവത്തെ പോലെയാണ് ഫീൽ ആവുന്നത്. എന്നിട്ട്, എടാ സാം, നിനക്ക് എൻ്റെ മകളെ കല്യാണം കഴിച്ച് ഇവിടെ തന്നെ ജീവിച്ചുകൂടെ? ആ ഒരു ചോദ്യം സാമിനും അതേപോലെ കിർക്കിക്കും ഇഷ്ടമായിരുന്നു. അങ്ങനെ 3 പേരും അങ്ങനെ ഒരു തീരുമാനത്തിൽ നിൽക്കുമ്പോൾ അതൊക്കെ പാവം പന്നിക്കുട്ടി നിന്ന്, അത് ശരി, നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ച ഞാൻ ആരായി എന്ന ഭാവത്തിൽ നോക്കുകയാണ്. അല്പം കഴിഞ്ഞ് പുറത്തു നിന്നും എന്തോ തീ പിടിച്ച് കത്തിക്കൊണ്ടിരിക്കുന്ന ശബ്ദം കേട്ട് പോയി നോക്കിയാൽ ജങ്കു ഒരു പണി പറ്റിച്ചിരുന്നു. കിർക്കിയെ കിട്ടില്ല എന്ന് മനസ്സിലാക്കി പന്നിക്കൂട്ടിനൊക്കെ കലിപ്പിൽ തീയിട്ട് കത്തിച്ച്, എടാ സിറ്റിയിലുള്ള ബഗഡ, നീ ഒരൊറ്റ ആൾ കാരണമാ ഇത് സംഭവിച്ചത്, എൻ്റെ പെണ്ണിനെ തട്ടിയെടുക്കാൻ നോക്കുന്നടാ എന്ന് പറഞ്ഞ് സാമിനെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും സാം തിരിച്ച് ആക്രമിക്കാൻ നിൽക്കാതെ തടുത്തു നിർത്തുകയാണ്. അവിടെ പന്നികൾ തീ കൊണ്ട് വേദനിച്ച് കരയുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. എല്ലാ പന്നികളും വെന്ത് തീരുകയും ചെയ്തു. അങ്ങനെ ആ സംഭവത്തിന് ശേഷം സാമിനും കിർക്കിക്കും കല്യാണം. വളരെ സന്തോഷത്തോടെ കിർക്കിയുടെ അച്ഛൻ നോക്കിയിരിക്കുന്നുണ്ട്. കൂടെ ആ തിമിറ് പിടിച്ച വയസ്സന്മാർ ഇരുന്നിട്ടുണ്ട്. ഇവരുടെ മെയിൻ ബിസിനസ് പന്നി ബിസിനസ്സാണ്. പന്നികളെ വളർത്തി വിൽക്കലാണ്. എന്നാൽ ഇപ്പോൾ പന്നികളെ ഒക്കെ തീയിട്ട് കൊന്നതിനാൽ ബിസിനസ് തകർന്ന് പാപ്പരായി ഇരിക്കുകയാണ്. അങ്ങനെ സാമിൻ്റെയും കിർക്കിയുടെയും കല്യാണം നല്ല രീതിയിൽ നടക്കുകയും ചെയ്തു. ആ സീൻ അവിടെ കട്ട് ചെയ്താൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം സാമും കിർക്കിയും നല്ല ഉറക്കത്തിലാണ്. അടിമയെ പോലെ വന്ന സാം ഇപ്പോൾ പന്നി ഫാമിൻ്റെ ഓണർ വരെ ആയി മാറി. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് ഉണർന്നു പോയി നോക്കുമ്പോൾ അത് ആ പന്നിക്കുട്ടി ആയിരുന്നു. പന്നിക്കുട്ടിയെ അന്ന് തീപിടുത്തത്തിൽ നിന്നും സാമിനെ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ പന്നിക്കുട്ടി വളർന്ന് വലുതായി. സാമിനെ ഒരുമാതിരി നോക്കിയിട്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്ന പോലെയുണ്ട്. മൈൻഡ് വോയിസിൽ, നീ എത്ര സേഫായി ഇവിടെ ജീവിച്ചാലും സ്വാതന്ത്ര്യം എന്നത്, സാം വന്ന കാര്യം മറന്നു, അച്ഛനെ അന്വേഷിച്ച് വന്നിട്ട് ഇവിടെ നിന്ന് സെറ്റിലായി എന്നൊരു മൈൻഡ് വോയിസിൽ പന്നിക്കുട്ടി അവിടെ നിന്ന് പോകുമ്പോൾ സാമിൻ്റെ മൈൻഡ് വോയിസ് പറയുന്നത്, അച്ഛൻ എവിടെയാണെന്നും ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, അന്വേഷിച്ചു പോയപ്പോഴാണ് ഞാൻ അപകടത്തിലായത്, ഞാൻ വിചാരിച്ചാൽ വീണ്ടും അച്ഛന് വേണ്ടി തിരച്ചിൽ ആരംഭിക്കാം, എന്നാൽ ഇനി ഒരു അപകടത്തിൽ ചെന്ന് ചാടാൻ ഞാനില്ല, അതിനാൽ ഇവിടെ തന്നെ ഇരിക്കുന്നതാണ് സേഫ് എന്ന് സാം തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ പന്നിക്കുട്ടിയെ പോവാൻ അനുവദിക്കാതെ തടുത്തു നിർത്തിയില്ല. നിന്റെ ലൈഫ് എങ്ങനെ ആവണം എന്ന് നിന്റെ തന്നെ തീരുമാനം പോലെ നടക്കട്ടെ, നിനക്ക് പോകണം എന്നാണെങ്കിൽ പോയിക്കോ,
അങ്ങനെ സാമിന് ഇഷ്ടപ്പെട്ട പോലെ കല്യാണം കഴിച്ച് മിങ്കിളായി ജീവിക്കാനും പന്നിക്കുട്ടി അതിന് ഇഷ്ടപ്പെട്ട പോലെ സ്വാതന്ത്ര്യനായി സിംഗിളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്ന് കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ ആരെയാ ഇഷ്ടപ്പെട്ടത്? മിങ്കിളായി ജീവിക്കുന്ന സാമിനെയാണോ അതോ സിംഗിൾ പസംഗയായി എൻജോയ് ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ച പന്നിക്കുട്ടിയെ ആണോ? കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.